ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കാനുള്ള അവസരങ്ങളില്ലാത്തതോ അല്ലെങ്കിൽ സമയക്കുറവോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ആയിരിക്കത്തില്ല. പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഉറക്കം വരിക എന്നുള്ളതാണ് അല്ലേ. എത്ര മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാനിരുന്ന് കഴിഞ്ഞാലും ഒരു 15 മിനിറ്റ് മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കുകയും ഉറക്കം വന്നു തുടങ്ങുകയും ചെയ്യും. അതെങ്ങനെ സിമ്പിളായിട്ട് മാറ്റാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പഠന സമയത്ത് ഉറക്കം വരുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ മനസ്സിലെവിടെയോ ചെറിയൊരു മടി കിടപ്പുണ്ട്. ആ മടി ഉറക്കത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നതാണ്. രണ്ടാമത്തെ കാരണം ഓക്സിജൻ്റെ അളവ് കുറയുന്നതാണ്. അതായത് കൂടുതൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓക്സിജൻ നല്ലതുപോലെ നമ്മൾ ഉപയോഗിക്കും. അതിനനുസരിച്ച് ഓക്സിജൻ സപ്ലൈക്ക് കുറവ് വരും, അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഉറക്കം വരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് മാറ്റാമെന്ന് നോക്കാം. ആദ്യം വേണ്ടത് മനസ്സിനെ തയ്യാറാക്കിയെടുക്കുക എന്നതാണ്. ഒരു കാര്യം പഠിക്കാനായിട്ട് ബുക്ക് തുറക്കുമ്പോൾ ആർക്കോ വേണ്ടി പഠിക്കുക എന്ന രീതി മാറ്റിയിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, സോ ഇത് പെട്ടെന്ന് പഠിച്ചു തീർക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സോടു കൂടി വേണം പഠിക്കേണ്ടത്. എന്തിനാണ് പഠിക്കുന്നത്, ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനാണ് പഠിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറക്കം വരില്ല. അല്ലാതെ ക്ലാസ്സിൽ നാളെ ടീച്ചേഴ്സ് ചോദിക്കും എന്നൊക്കെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചേക്കാം എന്ന് കരുതിയിട്ടൊന്നും ഒരിക്കലും ബുക്ക് എടുക്കാൻ പാടില്ല. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നാളെ ഒരു എക്സാം ഉണ്ടെന്ന് കരുതി പഠിക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് നാളെ എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുന്ന എല്ലാം നല്ല ഓർമ്മയായിരിക്കും, നമുക്ക് ഉറക്കവും വരികയില്ല. അത്ര സ്പീഡിലായിരിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് സമയമല്ലേ ഉള്ളൂ. സോ നന്നായിട്ട് പഠിക്കണം എന്നുള്ള ഇതിൽ നമ്മൾ സ്പീഡിൽ പഠിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ എടുക്കുമ്പം നാളെ എക്സാം ഉണ്ടെന്ന് ചുമ്മാ അത് മനസ്സിലേക്ക് ഒരു തോന്നൽ കൊണ്ടുവരുത്തുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. അടുത്തത് ഉറക്കം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ്ഡ് കോഫി യൂസ് ചെയ്യാം. അതായത് നല്ല തണുത്ത കോഫി യൂസ് ചെയ്യുക. ബ്രൂ കോഫി പൗഡർ പോലുള്ളവ വാങ്ങിച്ചിട്ട് ആദ്യം കോഫി ഉണ്ടാക്കിയിട്ട് അതിൽ ഐസ് കട്ട ചേർക്കുക, അല്ലെങ്കിൽ തണുപ്പിക്കാൻ വെക്കുക. എങ്ങനെയാണെങ്കിലും നല്ല തണുത്ത കോഫി കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉറക്കം വരികയില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചോക്ലേറ്റ്സ് യൂസ് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഏറ്റവും നല്ലത്. ഒരുപാടൊന്നും കഴിക്കാൻ പാടില്ല, ചെറിയൊരു പീസ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ ഇരട്ടി മധുരം നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, അതിൻ്റെ ഒരു പീസ് വയറിട്ട് അരിയിച്ചുകൊണ്ടിരുന്നാലും ഉറക്കം പോകുന്നതാണ്. അടുത്തത് ഹണി. പഠിക്കാനിരിക്കുന്ന തൊട്ട് മുമ്പ് തേൻ 1 സ്പൂൺ കഴിക്കുന്നതും ഉറക്കം കുറവാക്കുന്നതാണ്. ഉറക്കം ഒഴിവാക്കാൻ അടുത്തത് ചെയ്യേണ്ടത് ഒരു നനഞ്ഞ ക്ലോത്തിൽ ചവിട്ടുക. അതായത് നമ്മൾ പഠിക്കുന്ന ആ തറയിൽ, പഠിക്കുന്ന സ്ഥലത്തെ ആ തറയിൽ നമ്മളൊരു ക്ലോത്ത് വിരിച്ച് വയ്ക്കുക. അത് നല്ല തണുത്തതായിരിക്കണം, നനഞ്ഞതൊക്കെ. അപ്പോൾ അതിൽ ചവിട്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം ഒഴിവാകുന്നതാണ്. പക്ഷേ സ്ഥിരമായിട്ട് പനി വരുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അടുത്തത് ചെയ്യേണ്ടത് കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് ചൂട് വെള്ളത്തിൽ കുളിക്കുക. തണുത്ത വെള്ളത്തിൽ കുളിച്ചാലും പെട്ടെന്ന് ഉറക്കം വരും, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഉറക്കമൊക്കെ ഒഴിവാകുന്നതാണ്. അടുത്തത് വേണ്ടത് വ്യായാമങ്ങൾ ചെയ്യുക. പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ വ്യായാമം ആവശ്യമില്ലെന്ന് കരുതുമല്ലേ, കാരണം നമുക്ക് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയല്ല, നല്ലപോലെ പഠിക്കാനും എനർജറ്റിക് ആവാനൊക്കെ വ്യായാമങ്ങൾ ചെയ്യുക. പറ്റുമെങ്കിൽ യോഗ ചെയ്യുക. അടുത്തത് പഠിക്കുന്നതിൻ്റെ ഇടവേളയിൽ, അതായത് ഓരോ 20 മിനിറ്റ് കഴിഞ്ഞ് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ആ സമയത്ത് നല്ല മ്യൂസിക്കൊക്കെ കേൾക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. ചില ആൾക്കാർക്ക് കുറച്ച് ഡാൻസ് ടൈപ്പ് പാട്ടുകളൊക്കെ കേൾക്കുന്നതായിരിക്കും ഇഷ്ടം. ആ ഒരു വൈബ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പാട്ടും കേൾക്കാം. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഉറക്കമൊക്കെ പോയിട്ടൊന്ന് എനർജറ്റിക് ആവുന്നതാണ്. അടുത്തത് വേണ്ടത് ഓപ്പൺ എയറിൽ പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് രാവിലെയൊക്കെ നല്ല ഉറക്കം വരുന്ന സമയമാണെങ്കിൽ, അതായത് 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പെട്ടെന്ന് ഉറക്കം വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങിയിട്ട് പഠിക്കാം. രാത്രിയിലും പുറത്തിറങ്ങി പഠിക്കാം, പക്ഷേ അത് സേഫ് ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ബാൽക്കണിയിലൊക്കെ നിന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് പഠന രീതിയിൽ മാറ്റം വരുത്തുക. ചുമ്മാതെ വായിച്ച് കാണാപ്പാഠം പഠിക്കുന്നതിന് നല്ലത് ടീച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്യുക. ഒരാളെ പഠിപ്പിക്കുന്ന രീതി, അപ്പോൾ വീട്ടിലുള്ള അനിയന്മാരെയോ അനിയത്തിമാരെയോ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഒരു പാവയെ ഉപയോഗിക്കാം, ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉപയോഗിക്കാം. എന്ത് കാര്യം പഠിക്കുന്നുവോ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലേക്ക് കയറുകയും ഉറക്കമൊക്കെ പോവുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നാളെ തൊട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഉറക്കം പോകുന്നതാണ്. ഇതിലെല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.